നമസ്കാരം. ഈ നൈഫ് കൊണ്ട് കേക്ക് മുറിക്കുന്നൊക്കെ പഴയ ഫാഷൻ അല്ലേ? ഇപ്പൊ നേരെ മുഖം കൊണ്ട് കേക്കിലോട്ടൊരു വീഴ്ചയാ. നല്ല ഉടുപ്പൊക്കെ ഇട്ട് കേക്കിന്റെ അടുത്ത് കൊണ്ട് ഇരുത്തിയതാ ക്യൂട്ടിയെ. എനിക്ക് നൈഫൊന്നും പറ്റില്ല, ഞാൻ വേണേ ഫേസ് കൊണ്ട് കട്ട് ചെയ്യാന്ന് ക്യൂട്ടി. സ്കൂളിൽ നിന്ന് വന്ന് ബാഗിനൊക്കെ ഒരു എയർ എറിഞ്ഞ് പട്ടിയെ പോലും മൈൻഡ് ചെയ്ത് ഇവന് എങ്ങോട്ടാ ഓടുന്നതെന്ന് എന്നെ പോലെ നിങ്ങളും ചിന്തിച്ചോ? ഞാൻ ആദ്യം വിചാരിച്ചത് കഴിക്കാൻ പോണതാന്ന്, പക്ഷെ അല്ല, അവന്റെ വണ്ടി എടുക്കാൻ പോയതാ. സ്കൂളിൽ നിന്ന് വന്ന പട്ടിക്കുട്ടിയെ കൊണ്ടൊരു ട്രിപ്പ്, അത് നിർബന്ധ. അപ്പൊ ഈ സൈക്കിൾ എങ്ങനെ ചവിട്ടുന്നതെന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ മാത്രമേ കൊച്ചുമോൻ ഓർമ്മയുള്ളൂ. അപ്പൊ സൈക്കിൾ എടുത്തോണ്ടൊരു കറക്കം. പഴയ സൈക്കിൾ അഭ്യാസിയെ പോലെ അപ്പൂപ്പന്റെ കസർത്ത്. ഇതെല്ലാം കണ്ട് പേടിച്ച് കൊച്ചുമോൻ പോയെന്നാ തോന്നുന്നത്, ഫ്രെയിമിലൊന്നും കാണുന്നില്ല. വണ്ടി കയറുമ്പോ സീറ്റിലിരിക്കാതെ എഴുന്നേറ്റ് ഇന്ന് കാഴ്ച കാണുന്ന പിള്ളേരില്ലേ, അതുപോലെ ഉന്തുവണ്ടിയിൽ പോകുമായിരുന്നു പയ്യൻ. അപ്പോഴാണ് അമ്മ ബ്രൂണോ സിറ്റ് എന്ന് പറഞ്ഞൊരു വിളി. മനുഷ്യക്കുട്ടികൾ പോലും കാണൂല ഇത്ര അനുസരണ. പാവം ചെറുക്കന കേട്ടോ. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാമെന്ന് പറയില്ലേ, അതുപോലെ ഒരുമയുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ട് തീർക്കേണ്ട ജോലി ഇതുപോലെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാം. ഇതിപ്പോ ഉച്ചയ്ക്ക് മുമ്പേ തീരും. അപാര കോർ സ്ട്രെങ്ത് തന്നെയാ മനുഷ്യന്. കാണുന്ന പോലെ എത്ര ഈസി അല്ലേ ഈ പോക്ക്. എത്ര കാഷ്വൽ ആയിട്ടാ പോണെന്ന് നോക്കൂ. ഇതുപോലെ ഒരു സൺഡേ ഈവനിങ് സ്വപ്നങ്ങളിൽ മാത്രം. പാർക്കും വേണ്ട, ബീച്ചും വേണ്ട, ഒന്നും വേണ്ട. ഇത്രയൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാ ആഗ്രഹങ്ങളും ഇങ്ങനെ സാധിക്കൂ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.